+1 സീറ്റ് വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്കറിയാം, പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വളരെ ശ്രദ്ധയാകർഷിച്ച ഒരു പദ്ധതിയാണ്, നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഈ പ്രിയദർശിനി എന്ന പേരിലുള്ള KSRTCയിലെ സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതി. ഇപ്പോൾ ഈ KSRTC സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതി മലപ്പുറം ജില്ലയിൽ എത്രത്തോളം അത് സ്ത്രീ സമൂഹത്തിന് ലഭ്യമാകുന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അതായത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ 27 ഓർഡിനറി സർവീസുകളാണുള്ളത്. ഈ ഓർഡിനറി സർവീസുകൾക്ക് പുറമെ ടൗൺ ടു ടൗൺ സർവീസും ലിമിറ്റഡ് KSRTC സർവീസും എല്ലാം കൂടിയും ഇപ്പോൾ സർക്കാർ പറയുന്ന കണക്ക് പ്രകാരം 42 ലക്ഷം, അതായത് കഴിഞ്ഞ 2011 സെൻസസ് പ്രകാരം 42 ലക്ഷം ജനസംഖ്യയുള്ള ഈ മലപ്പുറം ജില്ലയിൽ 98 ബസ്സുകളാണ് ഈ സേവനം ലഭ്യമാകുന്ന തരത്തിൽ മലപ്പുറം ജില്ലയിലുള്ളത് എന്നുള്ള. അത് മറ്റ് ജില്ലകളെ സംബന്ധിച്ചോളം മറ്റ് 4 ജില്ലകളിലേക്ക് ആ ഒരു കണക്കിലേക്ക് പോലും ഈ 98 എത്തുന്നില്ല. നമുക്കറിയാം, ആകെ ഈ KSRTCകളുടെ എണ്ണം എന്ന് പറയുന്നത് 4700 ഈ 4700-ലും 3000 ഓർഡിനറി ബസ്സുകളാണെന്നാണ് സർക്കാർ പറയുന്നത്. ആ 3000 ഓർഡിനറി ബസ്സുകൾ നമ്മൾ ജില്ല തിരിച്ച് നോക്കുകയാണെങ്കിൽ 14 ജില്ലകൾക്ക് 250 ബസ്സുകൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പോരാ, നമുക്ക് 250 വേണ്ട, ഒരു 150 ബസ്സുകൾ ജില്ല തിരിച്ച് കൊടുക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലക്ക് 150 പോലും ഇല്ല എന്നുള്ളതാണ്. 98 ഓർഡിനറി സർവീസുകളാണ് മലപ്പുറം ജില്ലയിലുള്ളത് എന്നുള്ളത് വളരെ ഒരു കൊട്ടിയാഘോഷിച്ച് നടക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിന് വളരെ അധികം ഉപകാരം ചെയ്യുന്ന പദ്ധതിയാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ മലപ്പുറം ജില്ലയിൽ ഇതിൻ്റെ ഗുണഭോക്താക്കൾ വളരെ കുറവാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ പ്രധാനമായിട്ടും 4 ഡിപ്പോകളാണുള്ളത്. പൊന്നാനി, അതുപോലെ തന്നെ മലപ്പുറം, പെരിന്തൽമണ്ണ, നിലമ്പൂർ. ഈ ഇവിടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഓർഡിനറി സർവീസുകൾ നിലവിൽ പൊന്നാനിയിൽ നിന്നാണ് 11 ഓർഡിനറി സർവീസുകൾ ഉള്ളത്. അതിൽ 2 എണ്ണം എറണാകുളം ഭാഗത്തേക്കുള്ളതാണ്. മറ്റുള്ളത് പാലക്കാട്, പെരിന്തൽമണ്ണ ഭാഗങ്ങളിലേക്ക്, അതുപോലെ തന്നെ ആലിങ്ങൽ, ഉണ്ണിയാർ, താനൂര്, പരപ്പനങ്ങാടി, ഇങ്ങനെ തുടങ്ങിയിട്ടാണ് തിരൂരിലേക്കുള്ള സർവീസുകൾ. ഇതൊക്കെയാണ് പൊന്നാനി ഡിപ്പോയിൽ നിന്നുള്ളത്. മറ്റൊരു ഡിപ്പോ മലപ്പുറമാണ്. ഈ മലപ്പുറം ഡിപ്പോയിൽ നിന്ന് 7 സർവീസുകളാണ് ഈ ഓർഡിനറി ബസ്സുകൾക്കുള്ളത്. അതിൽ പ്രധാനപ്പെട്ട സർവീസ് എന്നുള്ളത് നമുക്കറിയാവുന്നതുപോലെ തന്നെ മഞ്ചേരി തിരൂര് സർവീസാണ്. അതുപോലെ വഴിക്കടവ് തിരൂര്, എടവണ്ണ പാറ വഴിയുള്ള കോഴിക്കോട്ടേക്കുള്ള സർവീസുകൾ, അതുപോലെ വേങ്ങര, ചെമ്മാട്, പരപ്പനങ്ങാടി, ഉണ്ണിയാൽ, കുട്ടായി തുടങ്ങിയവയ്ക്കുള്ള സർവീസുകളാണ് മലപ്പുറം ഡിപ്പോകളിൽ നിന്ന് പോകുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഗ്രാമവണ്ടികൾ, അതുപോലെ തന്നെ കുട്ടികൾ ആശ്രയിക്കുന്നത് കൂടുതലും ഗ്രാമവണ്ടികളാണ്. ഗ്രാമവണ്ടികൾ ചില പ്രദേശങ്ങളിൽ, പഞ്ചായത്തുകളിലൊക്കെ KSRTC ഗ്രാമവണ്ടികൾ ഓടുന്നുണ്ട്. അതിൽ സ്ത്രീകൾക്ക് നിലവിൽ തന്നെ സൗജന്യമായി യാത്ര ലഭിക്കുന്ന ബസ്സുകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ തന്നെ നിലമ്പൂരിലെയും സമാനമായി 6 ഓർഡിനറി സർവീസുകളുണ്ട്. ഇതിൽ 5 കോഴിക്കോട്ടേക്ക്, അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഉണ്ട്. സമാനമായി പെരിന്തൽമണ്ണയിൽ നിന്നൊക്കെ ഉണ്ട്. പക്ഷെ പറഞ്ഞു വരുന്നത് ഇതൊക്കെ വളരെ കുറവാണ്. പ്രധാനപ്പെട്ട മലപ്പുറം ജില്ലയിലെ ടൗണുകളൊന്നും ടച്ച് ചെയ്യാത്ത സർവീസുകളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അപ്പം ഇത് മലപ്പുറം ജില്ലയിലെ ഒരു ഭാഗം തന്നെ ഈ സൗജന്യ യാത്രയുടെ ഗുണഭോക്താക്കളായിട്ട് അതിന് ആ ഒരു അർഹത ലഭിക്കാതെ ഉണ്ട് എന്നുള്ളത് ഏറെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഈ KSRTCയുടെ ഈ സൗജന്യ യാത്ര ലഭ്യത കുറവ് ഈ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രിയദർശിനി പദ്ധതി എത്ര ലഭിക്കുന്നു എന്നുള്ളത് വളരെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ മാധ്യമങ്ങളിലും, അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലൊക്കെ മലപ്പുറത്തെ ബസ് സർവീസുകൾ ഈ പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ മുന്നേക്കായിട്ട് ഏറെ ചർച്ചയായെങ്കിൽ പോലും അതിനൊരു പരിഹാരം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഒരു പരിഹാരം ഉണ്ടാവണം, അല്ലെങ്കിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതായത് ഇടുക്കി, കാസർഗോഡ്, പത്തനംതിട്ട, വയനാട് ഈ 4 ജില്ലകളിലെ ജനസംഖ്യ കൂട്ടി നോക്കിയാലും അതിൻ്റെ മൊത്തം സംഖ്യയും മലപ്പുറത്ത് ജനസംഖ്യ ഏകദേശം ഒന്നാണ്. അത്രത്തോളം ജനങ്ങൾ താമസിക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം.
പക്ഷേ ഈ അടിസ്ഥാനപരമായ സൗകര്യം നോക്കുമ്പോൾ KSRTC സംഗതി പറഞ്ഞു. പക്ഷെ അതിൽ 1/4 പോലും എന്ത് ചെയ്യുന്നില്ല. ഈ 4 ജില്ലകൾക്കും കിട്ടുന്നതിന് 1/4 പോലും മലപ്പുറം ജില്ലയിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെന്റ് കൊട്ടിഘോഷിച്ചുണ്ടാക്കുന്ന ഒരു പ്രിയദർശിനി പോലത്തെ ഒരു പദ്ധതി ഏറ്റവും കൂടുതൽ പിന്നെ 16 16 മണ്ഡലമാണ് മലപ്പുറത്തുള്ളത്. ഈ 16 മണ്ഡലങ്ങളിൽ നിന്നും 16 MLA-മാരും UDF-ന്റെ MLA-മാരാണ്. അപ്പോൾ അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള ജില്ലയ്ക്ക് എന്തെന്നില്ല, അതിൻ്റെ ഒരു ചെറിയ വിഹിതം പോലും എത്തുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിരോധാഭാസം.